ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി ഒരിക്കൽ കൂടെ മഹത്വപ്പെടട്ടെ. ബഹുമാനിയ കർത്താവിന്റെ ദാസി പ്രിയ സോഫിയ ആന്റിയോടും ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയോടും മറ്റ് ദൈവദാസിമാരോടും എനിക്ക് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാക്ഷ്യവും അപ്പോൾ തന്നെ നല്ല ജീവിപ്പിക്കുന്ന അനുഭവങ്ങൾ ഷെയർ ചെയ്ത കർത്താവിന്റെ ദാസിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ടല്ലോ. ജീവിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ ദാസിയെ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം എത്ര വലിയ ദൈവമാണ് എന്ന് നമുക്ക് കേൾക്കുവാൻ ഒരിക്കൽ കൂടെ അവസരം ഒരുക്കല്ലോ. കേട്ട സാക്ഷ്യത്തെ ഓർത്ത് കർത്താവിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സാരാഫത്തിലെ വിധവയുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല, ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല. അത് ഓർത്ത് നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശേഷാൽ ഞാൻ ചില മാസങ്ങളായിട്ട് ഇവിടെ സൗദി അറേബ്യയിലായിരിക്കുന്നു. ആദ്യം ഒരു 3 മാസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിലെ എൻ്റെ ലോക്കൽ ചർച്ചിന്റെ കൺവെൻഷന് വേണ്ടി പോയി. അത് കഴിഞ്ഞ് കുമ്പനാട് കൺവെൻഷനൊക്കെ കൂടി ഞാൻ ഇവിടേക്ക് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഇവിടെ ആയിരിക്കുന്നു. പ്രിയ സോഫിയ ആന്റി ഈയുടെ പ്രിയ സാജൻ പാസ്റ്ററുടെ കൂടെയൊക്കെ ചില കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചു. വിശേഷാൽ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ കാർ കൊണ്ട് വന്ന് ഞങ്ങളുടെ ഇവിടെയുള്ള ദൈവദാസന്മാരെയൊക്കെ പുറത്തു കൊണ്ടുപോകുവാനും ഒരുമിച്ച് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും, ഞാൻ സൗദിയിൽ വന്നിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട സ്ഥലങ്ങൾ ഞങ്ങളെ രാത്രി ഒത്തിരി തണുപ്പായിരുന്നെങ്കിലും കൊണ്ട് കാണിക്കാനും ഞങ്ങളുടെ മനസ്സ് തണുക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. കർത്താവിന്റെ ദാസിയെ, തന്റെ പ്രിയപ്പെട്ട സാജൻ പാസ്റ്റർ കുടുംബത്തെ ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എനിക്ക് തോന്നുന്നു 4 മണിക്കാണെന്ന് തോന്നുന്നു നമ്മുടെ യോഗം ആശീർവാദം പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഈ മെസ്സേജ് പര്യവസാനിപ്പിക്കാം. ഞാൻ ഒരു സഭയിൽ തന്നെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 26 വർഷമായി. സ്തോത്രം. ഒരു സഭയിൽ തന്നെ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ 100 കണക്കിന് 1000 കണക്കിന് പ്രസംഗങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ധാരാളം ഉണർവ് പ്രസംഗങ്ങൾ നമ്മളെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ധാരാളം നല്ല സ്റ്റഡി എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇന്ന് ഒരു വളരെ എന്താ പറയുന്നത്, ഒരു സാമട്ടിൽ പറയുന്ന ഒരു മെസ്സേജാണ്. ഞാനത് വേണോ 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 എന്ന് ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അങ്ങ് നിയോഗം തന്നതുകൊണ്ട് എടുത്തതാണ്. ഈ മെസ്സേജ് കൊണ്ടൊന്ന് കത്തിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒന്ന് എൻകറേജ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തോ ദൈവ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ മീറ്റിങ്ങിൽ പങ്കെടുത്ത സമയം തൊട്ട് ഇങ്ങനെ ഈ ഒരു വാക്യം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എൻ്റെ ഉള്ളിൽ കിടന്നത് കൊണ്ട് സ്തോത്രം, പ്രിയ ദൈവദാസിയോട് ഈ ദൂത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നത് കൊണ്ട് അതൊന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞു. എനിക്ക് ഫ്രീ ആണ് ഈ ദിവസങ്ങളിലൊക്കെ, അവസരം ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്നിങ്ങനെ പറഞ്ഞ് ചോദിച്ച് മേടിച്ച് വന്നതാണ്. ഈ പല മീറ്റിങ്ങുകൾക്കും വലിയ മീറ്റിങ്ങുകൾക്കും ഒക്കെ പങ്കെടുത്താൽ മെസ്സേജ് ക്ലിക്കായില്ലെങ്കിൽ, ദൂത് ശോഭിച്ചില്ലെങ്കിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് നമുക്ക് എത്ര രൂപ കിട്ടിയാലും എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും നമുക്ക് വൈകിട്ട് കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. നമ്മൾ ശുശ്രൂഷ വലുതായി കാണുന്നതുകൊണ്ടാണ്. പക്ഷെ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കൂടെയുള്ള കൂട്ടായ്മ അത് കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ മനസ്സിന് സന്തോഷമായി. ഇത്രയും നേരം പ്രിയ ദൈവദാസികളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പാട്ടുകളും ഒക്കെ ഇവിടെയുള്ള ദൈവദാസന്മാരൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 6-7 പാസ്റ്റർമാർ ഇവിടെ ഉണ്ട്. സ്തോത്രം. അപ്പൊ എനിവേ അതൊക്കെയും അവർക്കൊക്കെ വളരെ സന്തോഷമായി. അവരുടെ പലരുടെയും കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു പ്രിയ സാക്ഷിയൊക്കെ കേട്ടപ്പോൾ. കർത്താവ് എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദീർഘമായ മുഖവുരുകൾ പറയുന്നില്ല. നല്ല പാട്ടുകളൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. നിങ്ങൾ ഇത്രയും ടാലന്റഡ് ആണല്ലോ. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ. പല ആളുകളും ഇങ്ങനെ പറയാറുണ്ട്, ഈ സഹോദരിമാരെയൊക്കെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് മറുപടി കൊടുക്കാറുണ്ട്. ഈ 2 ദിവസം മുമ്പ് എന്നോട് വന്ന ഒരു പാസ്റ്റർ സംശയത്തു, ദൈവദാസിമാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയുമോ? അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മോള്
അവള് ദൈവവചനം ഇപ്പോഴെ കുമ്പനാട് പഠിച്ചിട്ട് തിരുവല്ലയിലെ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഇപ്പോ ബീഹാറിലെ ഒരു ടീം അവളെ വിളിച്ചിട്ടുണ്ട്. പോണോ വേണ്ടോ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ് ഞങ്ങള് അപ്പൊ എന്റെ മോള് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങളെയൊക്കെയും കർത്താവ് അങ്ങനെ കണ്ടിരിക്കുന്നവരാണ്. ലോകത്തോട് ആദ്യം സുവിശേഷം പറഞ്ഞത് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്, അല്ലേ? സുവിശേഷം ലോകത്തോട് വിളിച്ചറിയിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഒരു സ്ത്രീക്കാണ്. ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ എടുക്കുന്ന വചനം ഈ 4 മണിക്കുള്ളിൽ പര്യവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. രൂത്തിന്റെ പുസ്തകം ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ആ നിലയിൽ ഒന്ന് ചിന്തിച്ചൊരു ടോപ്പിക്കാണ് ഒരു 10 വർഷം മുമ്പ്. പക്ഷെ ഇത് എന്റെ ഉള്ളിലേക്ക് വന്നു. എന്റെ ഓർമ്മയിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ ഞാൻ കുറിച്ചു വെച്ചു, ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി. എങ്കിലും ദൈവ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം 66 പുസ്തകങ്ങൾ ഉള്ളതിൽ സ്ത്രീകളുടെ പേരിൽ 2 പുസ്തകങ്ങളാണ് ഉള്ളത്. ഒന്ന് രൂത്തിന്റെ പുസ്തകവും 2 എസ്തേറിന്റെ പുസ്തകവും. ഈ 2 പുസ്തകങ്ങളിൽ നിങ്ങൾ നോക്കുക, ഒരർഹതയും ഇല്ലാത്ത സ്ഥാനത്ത്, അല്ലെ? എസ്തേർ തന്നെയാണെങ്കിൽ അറിയായിരുന്നല്ലോ, മാതാപിതാക്കളൊന്നും ഇല്ലാതെ സ്തോത്രം ഈ ചിറ്റപ്പനായ വളർത്തച്ഛനായ മോർദേക്കായി എടുത്തു വളർത്തിയ ഒരു അനാഥ കുഞ്ഞ്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ മുൻനിർണയം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ വലിയ ഗ്രേസ്, ആ ഫേവർ ആ കുഞ്ഞിന്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് 127 രാജ്യങ്ങളിലെ രാജ്ഞിയായി തീരുവാൻ പോരാ, ദൈവത്തിന്റെ വചനത്തിൽ അവളുടെ പേരിൽ ഒരു പുസ്തകം ഉണ്ടാകത്തക്ക നിലകളിൽ ദൈവം ഈ എസ്തേറിനെ മാനിച്ചില്ലേ? അതുപോലെ മറ്റൊരു പെൺകുട്ടിയാണ് രൂത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, രൂത്ത് മോവാബ്യ വംശക്കാരിയാണ്. ആമേൻ, സ്തോത്രം. മോവാബ്യരുടെ 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ കേറരുത് എന്ന് പ്രമാണം നിൽക്ക ചെയ്ത് 108ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം കാണുന്നു, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടകയാണ്. സ്തോത്രം. മോവാബ് ഈസ് മൈ വാഷ് പോട്ട്. അങ്ങനെ ദൈവം കഴുകിയെടുത്ത ഒരു പാനപാത്രം പോലെ രൂത്തിനെ ദൈവസന്നിധിയിൽ ദൈവം കൊണ്ടുവരികയാണ്. സ്തോത്രം. രൂത്തല്ല എന്റെ ചിന്താ വിഷയം. നാം ഇന്ന് ചിന്തിക്കുന്നത് നൊവോമിക്ക് ദൈവത്തെ സ്തുതിക്കാൻ, ആമേൻ, രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള 7 കാര്യങ്ങൾ. അതിൽ 1-2 എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. ഒത്തിരി വർഷം, 10 വർഷം പുറയിലോ മറ്റോ ഞാൻ ചിന്തിച്ചൊരു വേദവചനമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, സ്തോത്രം. അതെ, നൊവോമിക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഈ പുസ്തകത്തിൽ നിന്നുള്ള 7 കാര്യങ്ങൾ. നൊവോമിയെ ഈ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ, സ്തോത്രം, വളരെ ഏകാന്തതയും വളരെ ദുഃഖവും വളരെ നിരാശയുമായിട്ട് നൊവോമിയെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ വലിയ ഏകാന്തത അവൾ അനുഭവിക്കുകയാണ്. 4 പേരാണ് ദൈവത്തിന്റെ അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് ശപിക്കപ്പെട്ട മോവാബിലേക്ക് ഒരു ക്ഷാമം വന്നപ്പോൾ ഇറങ്ങിപ്പോകുന്നത്, അഥവാ പിന്മാറിപ്പോകുന്നത്. 4 പേര് പോയ സ്ഥാനത്ത് ആ വീട്ടിലെ 3 പേരും മരണത്താൽ മാറ്റപ്പെടുകയാണ്. അവൻ നൊവോമിയുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് നാം നോക്കിയാൽ 3 ശവകുടീരങ്ങൾ അവിടെ ശേഷിച്ചിരിക്കുകയാണ്. അവൻ 4 പേര് പോയതിൽ ഒരാൾ മാത്രം ശേഷിക്കുകയാണ്. അപ്പോൾ ആ ഏകാന്തതയും ആ ദുഃഖവും ആ കഠിനമായ നിരാശയും ജീവിതത്തിന്റെ വൈതരണികളും എല്ലാം ആമേൻ നൊവോമി നേരിടുന്ന സമയത്ത് അവളുടെ 1-ാമത്തെ ദുഃഖം സ്വന്തം ദേശം വിട്ടതിലുള്ള ദുഃഖമാണ് അവളെ അലട്ടുന്നത്. അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരിക്കലും ഞാൻ അല്പം ക്ഷാമം വന്നെങ്കിലും, ജീവിതത്തിൽ അപ്പം എന്ന കോലിനെ ദൈവം ഒടിച്ചു കളഞ്ഞെങ്കിലും, സ്തോത്രം, ജീവിതത്തിൽ അല്പം പട്ടിണി വന്നെങ്കിലും പാടില്ലായിരുന്നു ആമേൻ അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്നും ശപിക്കപ്പെട്ട മോവാബിലേക്ക് ഞാൻ പോകരുതായിരുന്നു. ആ ദുഃഖം എപ്പോഴും അവളെ അയവിറക്കി, അവളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ അവളുടെ ദുഃഖത്തിന്റെ കാരണം പഴയ നിയമത്തിലെ
മുടിയൻ പുത്രൻ എന്ന് പറയുന്നത് പോലെ അവൻ പുതിയ നിയമത്തിൽ അപ്പന്റെ ഭവനത്തിൽ നിന്നും, സ്തോത്രം, ദൈവകൃപയിൽ നിന്നും, സകല സൗഭാഗ്യങ്ങളിൽ നിന്നും അവൻ ധൂർത്തപുത്രൻ കടന്നത് പോയ പോലെ വേദപണ്ഡിതന്മാർ നൊവോമിയെ വിളിക്കുന്നത് ധൂർത്ത പുത്രി, പഴയ നിയമത്തിലെ ധൂർത്ത പുത്രി എന്നാണ്. ഒരു പിന്മാറ്റക്കാരിയായി പോയല്ലോ എന്ന ദുഃഖം അവളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ദുഃഖം, ഞാൻ ഒരു വിധവയായി പോയല്ലോ എന്നുള്ള വിഷമം. അപ്പോൾ തന്നെ എന്റെ പുത്രനഷ്ടം എങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റും? മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരിച്ചു പോകുന്നത് എത്ര വലിയ ദുഃഖമാണ്. കർത്താവ് 3 മരണ വീട്ടിലാണ് സന്ദർശിക്കുവാനിടയായി തീർന്നത്. ഒന്ന്, ഏക സഹോദരന്റെ മരണ വീട്, ആ സഹോദരിമാരുടെ ദുഃഖം. 2, ഏക മകൾ, അവൻ പള്ളിപ്രമാണിയായ യായിറോസിന്റെ ഏക മകൾ. 3, നയീനിലെ വിധവയുടെ ഏക മകൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഒന്നും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട്. അപ്പനും അമ്മയും ഇല്ലാത്ത ഏക സഹോദരന്റെ മരണം, സ്തോത്രം, ഏക മകളുടെ മരണം, ഏക മകന്റെ മരണം, ഒന്നും കൂടി ഇല്ല ഒന്ന് ആശ്വസിക്കാൻ. അങ്ങനെ വലിയ കഠിനമായ ദുഃഖത്തിലൂടെ പോയ ഭവനങ്ങളിലാണ് യേശു കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ഇവളുടെ മൂന്നാമത്തെ ദുഃഖം, ഞാൻ ഒരു വിധവയായി പോയല്ലോ, അപ്പോൾ തന്നെ പുത്രൻ നഷ്ടം പേറിക്കൊണ്ട് ഞാൻ ജീവിക്കേണ്ടി വരുന്നല്ലോ എന്ന ദുഃഖം അവളെ അലട്ടുകയാണ്. പോരാ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അവളുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, നാം മുമ്പേ ചിന്തിച്ചതുപോലെ, ദൈവദാസി മുമ്പേ ഓർപ്പിച്ചതുപോലെ, 2500 രൂപയും എടുത്തുകൊണ്ട് ഡൽഹി പോലെയുള്ള മഹാനഗരത്തിൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ചതുപോലെ, ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത അത്ര കൊടിയ ദാരിദ്ര്യത്തിലായി പോയല്ലോ എന്നുള്ള സങ്കടം അവളെ അലട്ടുകയാണ്. സ്തോത്രം. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നാം നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നത്. ദുഃഖത്തിന്റെ, മാറയുടെ, അല്ലെങ്കിൽ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ. കണ്ണുനീരിന്റെ താഴ്വര ബൈബിളിൽ കാണുന്നുണ്ട്. പിന്നെ കൂരിരുൾ താഴ്വര എന്ന് കാണുന്നുണ്ട്. 3, മരണനിഴലിന്റെ താഴ്വര എന്ന് കാണുന്നുണ്ട്. കണ്ണുനീരിന്റെ, കൂരിരുളിന്റെ, മരണനിഴലിന്റെ താഴ്വരയിലൂടെ ആ ദൈവദാസി കടന്നു പോയപ്പോൾ അവള് പോഷത്വമായ ചില ആരോപണങ്ങൾ നടത്താനിടയായി തീർന്നു. സ്തോത്രം. എന്താണ് ഈ പോഷത്വമായ ആരോപണം? അവൾ ഈ സംഭവിച്ചതിന്റെ എല്ലാം കാരണഭൂതനായി കാണുന്നത് ദൈവത്തെയാണ്. സ്തോത്രം. ദൈവത്തിനെതിരെ കുറെ ആരോപണങ്ങൾ അവൾ നടത്തുകയാണ്. സ്തോത്രം. ഇന്നത്തെ എന്റെ വേദനകൾക്ക് കാരണം, ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ, കണ്ണുനീരിന്റെ, കഷ്ടതയുടെ, ഏകാന്തതയുടെ കാരണം ദൈവമാണ് എന്ന് പറഞ്ഞ് അവൾ ദൈവത്തിനെതിരെ കുറ്റാരോപണം നടത്തുകയാണ്. സ്തോത്രം. ചില ആളുകളുണ്ട് കേട്ടോ, പട്ടിണി വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ, നിന്ന വരുമ്പോൾ ദൈവത്തിനെതിരെ ദൈവത്തെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന ഹോബിയാക്കിയ ആളുകളുണ്ട്, ഇഷ്ടമാക്കിയ ആളുകളുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ദൈവമാണോ ഇതിന്റെ കുറ്റക്കാരൻ? ഇവൾക്ക് സംഭവിച്ചതിന്റെ പിൻപിൽ ദൈവമാണോ കുറ്റക്കാരൻ? അല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ദൈവാലോചന ചോദിക്കാതെ ഇവൾ ശപിക്കപ്പെട്ട മോവാബിൽ പോയിട്ട് അതിന്റെ തിക്താനുഭവങ്ങൾ ഇവൾ അനുഭവിച്ചിട്ട് ഇവള് പറയാണ്, ഇതിന്റെയൊക്കെ കാരണക്കാരൻ ആരാണ്? ദൈവമാണെന്ന് പറയാണ്. ദൈവത്തിനെതിരെ 5 കുറ്റാരോപണങ്ങളാണ് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവൾ നടത്തുന്നത്. ഒന്ന് വായിക്കാമോ? 1-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. രൂത്ത് 1:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിനെതിരെ അവൾ നടത്തിയ പരസ്യ പ്രസ്താവനകൾ വായിച്ചാട്ടെ. കേൾക്കുന്നില്ല മോളെ. മൈക്ക് ഓൺ ചെയ്താട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ, വായിക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഇല്ല, വായിച്ചോളൂ.
അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നൊവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നൊവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നൊവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നൊവോമി മതി. മോവാബ് സ്തോത്രം. ദേശത്ത് അപ്പോൾ സ്തോത്രം, ശ്രദ്ധിച്ചാട്ടെ, അവള് പറയുന്ന 5 കുറ്റാരോപണങ്ങൾ. ഈ സംഭവിച്ചതിനെല്ലാം അവൾ കുറ്റക്കാരനെ കണ്ടെത്തുന്നത് ദൈവത്തെയാണ്. ഒന്ന്, അവൾ പറയുന്നു സന്തോഷമായിരുന്നവളാണ് ഞാൻ, എന്റെ ജീവിതം അത്യന്തം ദുഷ്കരമാക്കി. 2 പറയുന്നു ദൈവം എന്നെ മാറയാക്കി തീർത്തു. 3 പറഞ്ഞു ഞാൻ നിറഞ്ഞവളായിട്ട് പോയവളാണ്. സ്തോത്രം. ആമേൻ. ബേത്ലഹേമിലായിരുന്നപ്പോ ഇച്ചിരി പട്ടിണി വന്നെങ്കിൽ ഒരു നിറമുണ്ടായിരുന്നു. നിറഞ്ഞവളായി പോയ എന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഒഴിഞ്ഞവളാക്കി തിരിച്ചു വരുത്തിയിരിക്കുന്നു. 4-മത്തെ ദൈവത്തെ കുറ്റം പറയുന്നത് എന്താണ്? യഹോവ എനിക്ക് വിരോധമായി എന്ത് ചെയ്തു? സാക്ഷീകരിച്ചു. അവസാനം പറയുന്നത് സർവശക്തൻ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ദുഃഖിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവള് പറയുന്നത് ഇവളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചതിന് എല്ലാം കാരണക്കാരൻ ആരാണ്? ദൈവമാണ് എന്നാണ്. ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം. ഇന്ന് ആമേൻ, കർത്താവിന്റെ ദാസി ആമേൻ എത്ര നല്ല ഒരു സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞത്. സ്തോത്രം. എന്റെ കുടുംബക്കാരെന്നെ സഹായിച്ചില്ല, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെയും പിൻപിലെ കാരണം എന്താണ്? അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. കാരണം അവൻ യെശയ്യാവ് 42:8, ആ മഹത്വം മനുഷ്യനോ അത് വിഗ്രഹങ്ങൾക്കോ വിട്ടുപോകാതിരിക്കേണ്ടതിന്. അവൻ വലിയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവളാണ്, അല്ലെ, അവര് വലിയ ദൈവവേലക്കാരാണ്. പക്ഷെ അന്ന് ഞങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ച് കൈകൂപ്പി നിന്ന് അവൻ ഞങ്ങളില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് പറയാൻ ദൈവം ഇടയാക്കുകയില്ല. സ്തോത്രം. യോസഫിനെ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകനും മറന്നു കളഞ്ഞു. എന്താ കാരണം? അവർ ഓർത്തിരുന്നെങ്കിൽ ചെറിയൊരു ജോലി അവർ മറന്നുപോയി. ഫറവോൻ സ്വപ്നം കണ്ടപ്പോൾ ദൈവം കൊടുത്തത് എന്താണെന്നറിയാമോ? സ്തോത്രം. ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്റർ സ്ഥാനം. ദൈവമക്കളെ, നമ്മളെയൊക്കെ ചിലർ മറന്നതിനായി സ്തോത്രം. നമ്മളുടെയൊക്കെ ആമേൻ മുൻപിൽ ചിലർ കൈ തിരിച്ചു വലിച്ചതിനായി സ്തോത്രം. അബ്രഹാം അതിനാണ് പറഞ്ഞത്, ആമേൻ, രാജാവേ, സോദോം രാജാവേ, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കേണ്ടതിന് ഒരു ചെരുപ്പിന്റെ വള്ളിയാകട്ടെ ഒരു ചരടാകട്ടെ ഞാൻ എടുക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എന്നെ സമ്പന്നനാക്കാൻ ദൈവത്തിന് കഴിവുണ്ട്, നീ അതിൻ്റെ അകത്ത് മഹത്വം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്റെ നന്മയ്ക്ക് നീ ഉത്തരവാദി ആയിരിക്കണമേ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മഹത്വവും ദൈവത്തിന് കിട്ടട്ടെ. നമുക്ക് മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, നമുക്ക് പ്രഭുക്കന്മാരിലും രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കേണ്ട. സ്തോത്രം. നമ്മെ മാനിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഇവൾ ദൈവത്തിനെതിരെ ഇങ്ങനെ ഇടപടമില്ലാതെ എന്നെ സന്തോഷമായി എന്നെ കൈപ്പാക്കി, എന്നെ മാറയാക്കി, നിറഞ്ഞവളായി എന്നെ ഒഴിഞ്ഞവളാക്കി, ദൈവം എനിക്ക് വിരോധമായി സാക്ഷീകരിച്ചു, സർവശക്തൻ എന്നെ ദുഃഖിപ്പിച്ചു എന്നൊക്കെയും ഇവളുണ്ടല്ലോ ശാപവാക്കുകൾ. ഇവൾ ദൈവത്തിനെതിരെ ഇവൾ കുറ്റാരോപണം നടത്തുമ്പോഴും ആ സ്നേഹവാനായ ദൈവം, അവൻ കരുണാമയനായ ദൈവം, ആമേൻ, സ്തോത്രം, ദയാലുവായ ദൈവം ഇവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് രൂത്തിന്റെ പുസ്തകം പറയുന്ന 7 വിടുതലിന്റെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഒന്ന്, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. മഹ്ലോനും കില്യോനും യെസ്. മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. 1-ാം അധ്യായം 5-6 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൾ കുറ്റാരോപണം നടത്തുമ്പോഴും ഈ തകർച്ചകളുടെയും വേദനകളുടെയും ഏകാന്തതയുടെ നടുവിൽ നൊവോമിക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള 1-ാമത്തെ കാരണം, മഹ്ലോൻ മരിച്ചു,
ഗില്യോൻ മരിച്ചു, എലിമലേക്ക് മരിച്ചു, ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ദൈവത്തിന്റെ പൈതലെ, അനേക പ്രിയപ്പെട്ടവർ ആമേൻ മൺമറഞ്ഞപ്പോഴും, അനേക പ്രിയപ്പെട്ടവർ മരിച്ചപ്പോഴും, നമ്മുടെ സ്കൂളിൽ പഠിച്ചവർ, ആമേൻ നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ആമേൻ ദേശവാസികൾ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞ പലരും മരിച്ചപ്പോൾ, ഹല്ലേലൂയ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ആമേൻ 4-3 പേര് മരിച്ചപ്പോഴും ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം അവളെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചിന്തിക്കുന്നു. പല ആളുകൾ മരിച്ചപ്പോഴും ഇന്നും മരിക്കാതെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവനുള്ളവരുടെ ദേശത്ത് വെളിച്ചത്തിന്റെ മക്കളായി നടന്ന് ഇങ്ങനെ ഒരു യോഗം കൂടുവാൻ തക്കവണ്ണം ദൈവം തന്ന ആയുസ്സിനെ ഓർത്ത്, ദൈവം തന്ന ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ പറയാം, നീ എന്നെ കഠിനമായി ശിക്ഷിച്ചു എങ്കിലും നീ ഞങ്ങളെ മരണത്തിന് ഏൽപ്പിച്ചില്ല. സ്തോത്രം. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. സ്തോത്രം. ദൈവം തന്ന ആയുസ്സിനെ ഓർത്ത്, ദൈവം തന്ന ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ ഇരുന്ന് ഒരു പാസ്റ്റർ മുമ്പേ പറഞ്ഞു, സ്തോത്രം, കുടുംബത്തിൽ ഒരു വല്യപ്പച്ചൻ മരിക്കാനിടയായി തീർന്നു. സ്തോത്രം. അല്പം മുമ്പ് എന്റെ ചർച്ചിലെ ഒരു വിശ്വാസി വിളിച്ചു പറഞ്ഞു, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ സ്തോത്രം ഒരു പയ്യൻ ആമേൻ സ്തോത്രം മരിക്കാൻ ഇടയായി തീർന്നു. അവൻ ഹാർട്ട് അറ്റാക്ക്. എത്ര വയസ്സുണ്ട്? 30-35 വയസ്സേ ഉള്ളൂ. അവൻ ചില ആഴ്ചകൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്ക് മുട്ടായി മേടിച്ചുകൊണ്ട് തന്ന സ്തോത്രം അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതല്. സ്തോത്രം. 39 വയസ്സ്. H1N1 ബാധിച്ച് അവൻ മരിച്ചു. എത്രയോ ആളുകൾ മരണം വഴിയായി മാറ്റപ്പെട്ടു പോയപ്പോൾ നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിച്ച നമ്മുടെ വിശ്വാസികളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സഹപാഠികളിൽ പലരും മരിച്ചപ്പോഴും നവോമി, നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. കാരണം എന്താണ്? അവൾ മാത്രം ശേഷിച്ചു. സ്തോത്രം. അവൾ ശേഷിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. കരങ്ങളിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രണ്ടാമത്തെ ചിന്ത, 1-ാം അധ്യായം അതിന് 22-ാമത്തെ വാക്യം, ചാപ്റ്റർ 1 വേഴ്സസ് 22. അവൻ 1:22 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ നൊവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ തന്നെ മടങ്ങി വന്നു. സ്തോത്രം. ഇങ്ങനെ വളരെ ദുഃഖത്തോടും ഭാരത്തോടും പ്രയാസത്തോടും അവൾ ആയിരിക്കുന്ന സമയത്ത് അവൾ ഒരു വർത്തമാനം കേൾക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെരുക്കമല്ല. അവൻ പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മോശ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് ചെന്നു. ദൈവ പൈതലെ, മരുഭൂമി അവസാനമല്ല കേട്ടോ. 40 വർഷത്തെ യാത്ര കൊണ്ട് നീ തീരുകയല്ല കേട്ടോ. ഈ മരുഭൂമിക്ക് അപ്പുറത്തൊരു പർവ്വതമുണ്ട്. അത് ദൈവത്തിന്റെ പർവ്വതമാണ്. സ്തോത്രം. ആമേൻ. ഈ മോവാബിൽ പിന്മാറിപ്പോയ പലരും മടങ്ങി വരാതിരുന്നപ്പോൾ, പലർക്കും ഒരു തിരിച്ചുവരവ് ലഭിക്കാതിരുന്നപ്പോൾ, നൊവോമി, നിനക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള രണ്ടാമത്തെ കാരണം, അവൻ ദൈവം എനിക്കൊരു മടങ്ങി വരവ് തന്നല്ലോ. സ്തോത്രം. ദൈവം എന്നെ തിരിച്ചു വരുത്തിയല്ലോ. കൃപയാൽ ഭാഗ്യവശാൽ ആമൻ ബേത്ലഹേമിലേക്ക്, കൃപയിലേക്ക്, ആമൻ അപ്പത്തിന്റെ ഭവനത്തിലേക്ക്, ആമൻ ബേത്ലഹേമിലേക്ക്, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക്, യേശു ക്രിസ്തുവിന്റെ ജനന സ്ഥലമായ ബേത്ലഹേമിലേക്ക് എന്റെ ദൈവം എന്നെ തിരിച്ചു വരുത്തിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. ചൂടമന. ദൈവമക്കളെ, പലർക്കും പിന്മാറിപ്പോയ പലർക്കും, അല്ലെങ്കിൽ ദൈവകൃപ വിട്ടുപോയ പലർക്കും, അല്ലെ വിശ്വാസം ക്ഷീണിച്ചു പോയ പലർക്കും തിരിച്ചു വരാൻ പറ്റിയില്ല. പക്ഷേ കൃപയാൽ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ആമൻ സ്തോത്രം, ആമൻ അവക്ക് എന്തു വന്നു? അവൾ തിരിച്ച് വന്നു. നിങ്ങൾക്ക് ഈ വാക്യത്തിന്റെ ആഴം ഒന്ന് അറിയണമെങ്കിൽ എബ്രായ ലേഖനം ഒന്ന് എടുക്കാമോ? 12-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂ ചാപ്റ്റർ 12 വേഴ്സസ് 40 to 70. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചൂടാരബന ശംധരബന ചൂടാമന സിയംതെ. ഹീബ്രൂ ചാപ്റ്റർ 12-ാം അധ്യായം 14 മുതൽ. എല്ലാവരോടും സമാധാനം ആദരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല.
പിന്നെ ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല ആ കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി ആ ഉം, അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ഉം, തിരഞ്ഞെടുപ്പുകാരനോ ഒരു ആ ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ഉം, ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ആ അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, ആ കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. ആ മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മതി. സ്തോത്രം. ഇവിടെ ഏശാവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആ പായസത്തിന് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്ന വില ഒരു ഊണിന്റെ, ഒരു പൊതിച്ചോറിന്റെ വിലയാണ്. ഒരു 100 രൂപയായിരിക്കും ഒരു പൊതിച്ചോറിന്, അല്ലെ 70 രൂപയേ ഉള്ളൂ. ആ പൈസയ്ക്ക് വേണ്ടി ആമേൻ ദൈവിക ശുശ്രൂഷ, ആമേൻ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ, ആമേൻ സ്തോത്രം, ഏശാവ് ആമേൻ അപ്പന്റെ കാലേ വീണ് കിടന്ന് കരയുന്ന നിലവിളി പൗലോസ് പറയുന്നത് അതൊരു മാനസാന്തരം തരണേ, എന്നെ ഒന്ന് മടക്കി വരുത്തണേ, ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ള നിലവിളിയായിരുന്നു എന്നാണ്. പക്ഷേ അവിടെ ഇങ്ങനെ വായിക്കുന്നു, മാനസാന്തരത്തിന് വേണ്ടി കരഞ്ഞ് നിലവിളിച്ചിട്ടും എന്ത് കണ്ടില്ല? എട കണ്ടില്ല. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, സ്തോത്ര, ഹല്ലേലൂയ, ആമേൻ. മൂന്നാമത്തെ ചിന്ത എന്താണ്? ആമേൻ ദൈവകൃപ വിട്ടുപോയ പലരും, മോവാബിൽ വിട്ടുപോയ പലരും, വിശ്വാസം ആമേൻ ക്ഷീണിച്ചു പോയ പലർക്കും ഒരു തിരിച്ചുവരവ് ഉണ്ടാകാതിരുന്നപ്പോൾ നൊവോമി, കൃപയാൽ നിനക്ക് ബേഥലേഹേമിലേക്ക് മടങ്ങി വരാൻ ദൈവം അവസരവും ഭാഗ്യവും ഒരുക്കിയല്ലോ. നിങ്ങൾ എന്റെ കൂടെയാണോ? സ്തോത്രം. ഒന്നാമത്തെ ചിന്ത, പലരും മരിച്ചു മൺമറഞ്ഞപ്പോൾ ഇന്നും ദൈവം അവളെ ആയുസ്സോടെ വെച്ചിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാനുള്ള കാര്യമാണ്. രണ്ടാമത്തെ ചിന്ത, പിന്മാറിപ്പോയ പലരും മടങ്ങി വരാൻ കഴിയാതെ ഇരുന്നപ്പോൾ സ്തോത്രം, ദൈവം ആയ കർത്താവ് അവൾക്കൊരു മടങ്ങി വരവ് കൊടുത്തല്ലോ, കൃപയിൽ അവളെ കൊണ്ടുവന്നല്ലോ, ദൈവകൃപയിൽ അവളെ സൂക്ഷിച്ചല്ലോ. അവൾക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള രണ്ടാമത്തെ കാര്യമാണ്. സ്തോത്രം. 1:19 ഇങ്ങനെ വായിക്കുന്നു, ആമേൻ സ്തോത്രം, അവളും ആമേൻ സ്തോത്രം, രൂത്തും തിരിച്ചു വന്നപ്പോൾ അവളെ ചൊല്ലി പട്ടണം ഇളകി മറിയുകയാണ്. ആരിത്? നൊവോമിയോ എന്ന് ചോദിച്ച് ആമേൻ സ്തോത്രം, ആമേൻ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ചിന്ത ഇതാണ് കേട്ടോ. ക്ഷാമത്തിന്റെ മുഖത്ത് എല്ലാവരും ഉപേക്ഷിച്ചു പോയെങ്കിലും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവളുടെ മടങ്ങി വരവിൽ സന്തോഷിക്കുന്ന ഒരു ജനത്തെ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ തകർച്ചയിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ നിരാശയിൽ, നമ്മുടെ ദുഃഖങ്ങളുടെ നടുവിൽ സ്തോത്രം, നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി, നമ്മുടെ യഥാസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളെങ്കിലും ഉണ്ടെന്നുള്ളത് എത്ര ആശ്വാസകരമായ കാര്യമാണ്. കാരണം അവൾ മടങ്ങി വന്നപ്പോൾ അവളെ ചൊല്ലി പട്ടണം മുഴുവൻ ഇളകുകയാ. ഒരു ഉണർവിന്റെ കൊടിയ കാറ്റ് അവിടെ അടിക്കുകയാ. ദൈവജനങ്ങളുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണല്ലോ എന്നോർത്ത് അവളെ തിരിച്ചറിയുന്ന ഒരു തലമുറ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതോർത്ത് അവൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവം അവൾക്ക് വേണ്ടി കൊടുക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള 4-ാമത്തെ കാര്യമാണ്. രൂത്ത് 4:17. യെസ്. നൊവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇസ്രായേലിന്റെ അപ്പൻ ഇവൻ തന്നെ. ശ്രദ്ധിച്ച ദൈവമക്കളെ, നൊവോമിയുടെ വലിയ ദുഃഖം എന്തായിരുന്നു? എനിക്കൊരു മക്കളില്ല എന്ന ദുഃഖമായിരുന്നു. പക്ഷേ രൂത്തിൽ ബോവസിൽ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ, നൊവോമിക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു. നമ്മുടെ നഷ്ടങ്ങളെ ഒക്കെ ലാഭമാക്കുന്ന ദൈവമുണ്ട് കേട്ടോ. നമ്മുടെ നഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്തോത്രം, മടക്കി തരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആ നഷ്ടങ്ങളൊന്നും എന്നേക്കുമുള്ള നഷ്ടമല്ല. സ്തോത്രം. യോബിന്റെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടം വന്നല്ലേ? ഒത്തിരി നഷ്ടം വന്നു. അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു, അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. സ്തോത്രം. എല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു, സ്തോത്രം, യോബിന് 10 മക്കളെ കിട്ടിയുള്ളല്ലോ. പക്ഷെ എത്ര എണ്ണമാണ് കിട്ടേണ്ടത്?
20 മക്കളല്ലേ കിട്ടേണ്ടത്. കാരണം 3000 ഒട്ടകത്തിന് 6000 ഒട്ടകം കിട്ടി, 7000 ആടുകൾക്ക് 14,000 ആടുകൾ കിട്ടി. സ്തോത്രം. അങ്ങനെ പലതും ഇരട്ടിയ ഡബിൾ പോർഷൻ ബ്ലെസ്സിങ് കിട്ടി. പക്ഷെ യോബിന് 10 മക്കളെ ദൈവം കൊടുത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇരട്ടി കൊടുക്കാഞ്ഞത്? എനിക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇതാണ്. യോബിന്റെ മക്കൾ ദൈവത്തെ അറിഞ്ഞ കുഞ്ഞുങ്ങളായതുകൊണ്ട്, രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളായതുകൊണ്ട്, യാഗം കഴിച്ച കുഞ്ഞുങ്ങളായതുകൊണ്ട്, സ്തോത്രം, ആ കുഞ്ഞുങ്ങൾ 10 നിത്യതയിലുണ്ട്, 10 ഇവിടെയുണ്ട്. ആരും നഷ്ടപ്പെട്ടിട്ടില്ല. 10, 10, 20 മക്കളെ ദൈവം ഇരട്ടിയായി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ പൈതലേ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്നറിയാമോ? എനിക്കിനി ഒരു മകനില്ല എന്ന് പറഞ്ഞ അവൻ എനിക്കിനിയും ഒരു പുത്രസമ്പത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവളുടെ ആശയ്ക്ക് വിരോധമായി, ആമേൻ, സ്തോത്രം, ദൈവം എന്താണ് ചെയ്തത്? ആമേൻ, നോവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് പട്ടണത്തിലെ സ്ത്രീകൾ പറയുകയാണ്. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല കേട്ടോ. നമ്മൾ സ്വയം സഹതപിക്കേണ്ട കാര്യമില്ല കേട്ടോ. എനിക്ക് ഈ ഗതി വന്നല്ലോ, എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ആരെ കുറ്റം പറയേണ്ട കാര്യമില്ല. ദൈവത്തെ ഒട്ടും കുറ്റം പറയേണ്ട കാര്യമില്ല. അതിന്റെ നടുവിൽ കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യ ശോഭ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ മക്കൾക്ക് വകയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാണ് എനിക്ക് ഇങ്ങനെ വരുത്തിയത്. സ്തോത്രം. ദൈവമാണ്, ആമേൻ, ഹല്ലേലൂയ, എന്നെ ദുഃഖിപ്പിച്ചത്, എന്നെ ഒഴിഞ്ഞവളാക്കിയത്, എനിക്ക് വിരോധമായി സാക്ഷീകരിച്ചത്. സ്തോത്രം. ദൈവമാണ് എന്നെ മാറയാക്കിയത്. ദൈവമാണ്, ആമേൻ, എനിക്കെതിരെ ഒന്നും പറയണ്ട. സ്തോത്രം. അല്പസമയം ഒന്ന് ധ്യാനിക്കാൻ കഴിയുമോ? നമുക്ക് പറയാൻ കഴിയും. സ്തോത്രം. ഒന്ന്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവമേ, പലരും മരിച്ചു പോയപ്പോൾ ഇന്നും എന്നെ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിർത്തിയ ദൈവത്തിന് സ്തോത്രം. 2, പിന്മാറിപ്പോയ അനേകർക്ക് മടങ്ങി വരവില്ലാതിരുന്നപ്പോൾ കൃപയാൽ ഇന്നും ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചതിനായി സ്തോത്രം. 3, എനിക്കിനി മക്കൾ ഇല്ല, ആൺമക്കൾ ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു, ആമൻ, ഓബേദിനെ, ആമൻ, ജനിച്ചപ്പോൾ പട്ടണത്തിലെ സ്ത്രീകൾ പറഞ്ഞ സാക്ഷ്യം ഇതാണ്: നോവോമിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. സ്തോത്രം. അതാരാണ്? യേശുക്രിസ്തുവിന്റെ, ആമേൻ, ആമേൻ, സ്തോത്രം, ആമേൻ, വല്യച്ഛനാകുവാൻ അല്ല, രൂത്തിനെ യേശുവിന്റെ വല്യമ്മച്ചിയാകുവാൻ, നൊവോമിയുടെ കുടുംബത്തിൽ യേശു വന്ന് ജനിക്കത്തക്ക നിലകളിൽ കർത്താവ്, ആമേൻ, അത്ഭുതം ചെയ്യുകയാണ്. ആമേൻ. അടുത്തതായി നാം ചിന്തിച്ചു, ആമേൻ, ഇവളുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇവളുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, ഇവളുടെ മടങ്ങി വരവിൽ ഇവളെ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു പറ്റം ജനത്തെ ദൈവം അവിടെ ഒരുക്കുകയാണ്. സ്തോത്രം. ഇനി അടുത്ത് ഇവൾക്കൊരു വിഷമം ഉണ്ടായിരുന്ന വേറൊരു കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തന്നോട് കൂടെ വന്ന ആ സ്ത്രീ, അവള് ചെറുപ്പമാണ്, അവള് വിധവയാണ് എന്നൊരു ദുഃഖം തനിക്കുണ്ട്. താൻ തന്നെ ആ വാക്യം അവൻ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായം 11, 12 വാക്യങ്ങളിലാണ്. 1-ാം അധ്യായം 11, 12 വാക്യങ്ങളിൽ അയക്കാമോ? പെട്ടെന്ന് ഞാൻ നിർത്താം. എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എന്റെ മക്കളെ, മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്ക് ഉണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. ശ്രദ്ധിച്ചേ. സ്തോത്രം. സ്തോത്രം. കണ്ടോ, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇവര് ചെറുപ്പമാണ്, അപ്പോൾ തന്നെ ഇവർ വിധവയാണ്, ഇവർക്കൊരു ഒരു കല്യാണം വേണം എന്നുള്ള ചിന്ത ഈ ഇവക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ ദൈവമക്കളെ, അവനവിടെ ദൈവവചനം പറയുന്നത് എന്താണ്? ഒരു ബോവസിനെ ദൈവം ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോവസ് എന്തുകൊണ്ടാ കല്യാണം ഇതുവരെ കഴിക്കാഞ്ഞത്? ഈ ബോവസിന് എന്നെ യോഗ്യത ഇല്ലാഞ്ഞിട്ടാണോ? പണമില്ലാഞ്ഞിട്ടാണോ? സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? ഒരു 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 കഴിവില്ലാഞ്ഞിട്ടാണോ? പക്ഷെ എന്റെ ചിന്ത ഇങ്ങനെയാണ്. സ്തോത്രം. ആ രൂത്തിന് വേണ്ടി, ആമേൻ, ആ ബോവസിനെ ദൈവം തമ്പുരാൻ
കല്യാണം കഴിക്കാതെ വേർതിരിച്ച് നിർത്തിയിരിക്കുക. നമ്മുടെ കർത്താവ് എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ് അല്ലെ. നമ്മുടെ കർത്താവ് എത്ര കരുതലുള്ള ദൈവമാണല്ലേ. അതെ, തന്റെ മറ്റൊരു വിഷമമായ ഈ ചെറുപ്പമായ വിധവയ്ക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യാം. വേറെ എന്തിനു പറയുന്നു? ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ് ദൈവമക്കളെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ മക്കള് ഇല്ല എന്നുള്ള വിഷമത്തിൽ ഇവിടെ ഇരിക്കുമ്പോഴേ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ രൂത്തിനെ നിങ്ങളൊന്ന് നോക്കിക്കേ, രൂത്തിനെ ഒന്ന് നോക്കിക്കേ. ശരിക്കും നല്ല ആൺമക്കളെക്കാൾ നല്ല ഒരു മരുമോളയല്ലേ ദൈവം അവർക്ക് വേണ്ടി കൊടുത്തത്. സ്തോത്രം. സ്തോത്രം മറ്റൊരു പുസ്തകത്തിൽ പറയുന്നത് പോലെ, ശമൂവേലിന്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്ന പോലെ 10 പുത്രന്മാരെക്കാൾ നല്ല ഒരു മകളെയല്ലേ, ഒരു മരുമകളെയല്ലേ ദൈവം കൊടുത്തത്. ദൈവം എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ അതിനെ സർവൈവ് ചെയ്യാനായിട്ട്, അതിനെ ഓവർകം ചെയ്യാനായിട്ട് ദൈവം മറ്റെന്തൊക്കെയോ പച്ചത്തുരുത്തുകൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഇതിനെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കത്തക്ക നിലകളിൽ യോനയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവന്റെ സങ്കടത്തിൽ അവനെ വിടുവിക്കേണ്ടതിന്, അവനൊരു തണല് കൊടുക്കേണ്ടതിന് ഒരാവണക്ക് ദൈവം അവന് കൽപ്പിച്ചു കൊടുത്തു. ആവണക്ക നിമിത്തം, അതിന്റെ തണല് നിമിത്തം യോന അത്യന്തം സന്തോഷിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവ പരിശുദ്ധാത്മാവ് വചനത്തിന് മധ്യത്തിൽ ദൂത് പറയുന്നത്, നിങ്ങൾ പലരും സങ്കടത്തിലിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ സങ്കടത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കേണ്ടതിന്, യോനയ്ക്ക് തണലായിരിക്കേണ്ടതിന് ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചാക്കിയതുപോലെ ചില തണുപ്പ്, സ്തോത്രം, ചൂടത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിന് ദൈവം ചില ക്രമീകരണങ്ങൾ നിങ്ങൾ സന്തോഷിക്കേണ്ടതിന് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്നുള്ള ദൂത് എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? സ്തോത്രം. ഒടുവിലത്തെ ചിന്ത ഇങ്ങനെയാകട്ടോ. 4-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇവർ ഈ 10 വർഷം ഇവിടെ വിദേശത്ത് പോയി കിടക്കുകയായിരുന്നു കേട്ടോ. തിരിച്ച് ഇവരുടെ വസ്തുവകളോ ഇവരുടെ വീടോ ഒക്കെ അന്യാധീനപ്പെട്ടു പോയി. സ്തോത്രം, 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 സ്തോത്രം. ഇതെനി കിട്ടുമോ, ഇനി നഷ്ടപ്പെട്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ മടങ്ങി വന്നപ്പോൾ അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോകാതെ, അവരുടെ വീട് നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗത്തിലെ ദൈവം അതിനെ സംരക്ഷിച്ചിട്ടിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കാനുള്ള 7-ാമത്തെ കാര്യം, ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നഷ്ടങ്ങളുടെ വേദനയിൽ സ്തോത്രം, അതേ ചില വേർപാടിന്റെ വേദനയിൽ നിങ്ങളായിരിക്കുമ്പോൾ, പലപ്പോഴും നിങ്ങൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ നിരാശയിലിരിക്കുമ്പോൾ, തീവ്രമായ ദുഃഖം നിങ്ങളെ അലയടിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ ഒരു പക്ഷെ ഇങ്ങനെ ചിന്തിച്ചേക്കാം: ദൈവം എന്തിന് എന്നോട് ഇത് ചെയ്തു? അത് ദാവീദ് ചോദിച്ച ചോദ്യമാണ്. 22-ാം സങ്കീർത്തനം 1-ാം വാക്യം: എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ? അവൻ ക്രൂശിൽ കടന്നുകൊണ്ട് പുത്രൻ ചോദിച്ചില്ലേ അത് പിതാവിനോട്? എന്റെ അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും എന്നെ വിട്ടോടിപ്പോയി. എന്റെ സ്വന്തത്തിലേക്ക് എന്നും സ്വന്തമായവരെ എന്നെ കൈവിട്ടു. ലാസറച്ചാന് ഒരു 25 വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിച്ച ഒരു വചനം ഞാനിങ്ങനെ ഓർക്കുന്നു: തള്ളപ്പെട്ട ക്രിസ്തു എന്നുള്ളൊരു വിഷയം. സ്വതന്ത്രം പിന്നെ ഒരിടത്തും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ യേശുവിനെ എല്ലാവരും തള്ളിക്കളഞ്ഞു. അപ്പം തിന്നവൻ തള്ളിക്കളഞ്ഞു, അത്ഭുതം പ്രാപിച്ചവൻ തള്ളിക്കളഞ്ഞു, സ്തോത്രം, വചനം കേട്ടവൻ തള്ളിക്കളഞ്ഞു, സ്തോത്രം, സ്തോത്രം, താൻ സ്വന്തക്കാര് തള്ളിക്കളഞ്ഞു. സ്തോത്രം. എന്നാൽ യേശു ചോദിക്കുക: പിതാവേ, മനുഷ്യരെല്ലാം തള്ളിക്കളയുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ നീയും എന്നെ കൈവിട്ടോ എന്നാ ചോദിക്കുന്നത്. എന്നെ കൈവിട്ടത് എന്ത്? ഇരുട്ടത്ത് കൈ കാണാൻ പറ്റിയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ പറഞ്ഞു: കൈവിട്ടോ? ഹല്ലേലൂയ. അല്പസമയം കഴിഞ്ഞ് സൂര്യൻ പ്രകാശിച്ചപ്പോൾ ആ കരം വീണ്ടും കണ്ടു. അപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുകയാണ്: ഇല്ല, അവൻ എന്നെ കൈവിട്ടിട്ടില്ല, ആ കൈ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്: നിന്റെ കരത്തിൽ ഞാൻ എൻ്റെ പ്രാണനെ ഭരമേൽപ്പിക്കുന്നു. 22-ാം സങ്കീർത്തനത്തിൽ എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ എന്നാണ് ചോദിച്ചതെങ്കിൽ, 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു: ഇല്ല, കൈവിട്ടിട്ടില്ല. യഹോവ എന്റെ ഇടയനാണ്, എനിക്കൊരു ഉടയവനുണ്ട്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു: നിങ്ങളെ കൈവിട്ടിട്ടില്ല കേട്ടോ, നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ. ശിഷ്യന്മാരിങ്ങനെ ചിന്തിച്ചു: 4 യാമമായി ഞങ്ങൾ നടുക്കടലിലായി, ഞങ്ങൾ തീരാൻ തുടങ്ങുകയാ. പക്ഷെ മലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച കർത്താവ് അവർ തണ്ടു വലിച്ച് വലയിൽ
പറയുന്നത് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വലച്ചില് അവൻ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തണ്ട് വലിച്ചു കുഴഞ്ഞത് അവൻ കാണുന്നുണ്ട് കേട്ടോ. സ്തോത്രം 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 സ്തോത്രം. നിങ്ങൾ അവൻ ഒറ്റയ്ക്കായിരിക്കുന്ന കാണുന്നുണ്ട് കേട്ടോ. ആ ദൈവത്തെ നാം കുറ്റം പറയേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള 7 കാര്യങ്ങൾ. 1, കർത്താവേ പലരും മരിച്ചു മൺമറഞ്ഞപ്പോൾ ഇന്നും ആയുസ്സോടെ ആരോഗ്യത്തോടെ നിർത്തിയല്ലോ, അത് സ്തുതിക്കാനുള്ള കാര്യമാണ്. 2, സ്തോത്രം. അതേ ഹല്ലേലൂയ. പിന്മാറിപ്പോയ അനേകർക്ക് തിരിച്ചു വരാൻ കഴിവില്ലാതെ യേശാവിനെ പോലെ ഇട കാണാതിരുന്നപ്പോൾ എനിക്കൊരു മടങ്ങി വരവ് തന്നതിനായി നന്ദിയോട് സ്തോത്രം. 3, മക്കളില്ല എന്ന് പറഞ്ഞ് ആമേൻ നിരാശ പറഞ്ഞ് എനിക്ക് വേണ്ടി നവോമിക്ക് വേണ്ടി ഒരു മകൻ ജനിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ഒരു അത്ഭുതം അവിടുന്ന് ചെയ്തല്ലോ. പോരാ, മകളെക്കാൾ ആൺമക്കളെക്കാൾ നല്ല ഒരു മരുമകളെ നീ എനിക്ക് ഒരുക്കിയല്ലോ. സ്തോത്രം. ആമേൻ. ക്ഷാമത്തിന്റെ മുഖത്ത് എല്ലാവരും ഉപേക്ഷിച്ചു പോയ എന്നെ തിരിച്ചു വരവിൽ സന്തോഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, എന്നെ കൈക്കൊള്ളുന്ന ഒരു പറ്റം ദൈവമക്കളെ ഈ നാട്ടിൽ അവിടുന്ന് ഒരുക്കിയല്ലോ. സ്തോത്രം. വിധവയായ ആമേൻ ആ ചെറുപ്പക്കാരത്തിക്ക് വേണ്ടി സ്തോത്രം ഒരു ബോവസിനെ നീ ഇവിടെ കരുതി വെച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉത്തമനായ ഒരു ഭർത്താവിനെ നീ കരുതി വെച്ചല്ലോ. ഒടുവിലായിട്ടുള്ള ചിന്ത ഇതാണ്. ആമേൻ. അവരുടെ വസ്തുവകകൾ, അവരുടെ ആമേൻ നന്മകൾ ഒന്നും ആരും കൈവശപ്പെടുത്തി അതിക്രമിച്ച് നഷ്ടപ്പെട്ടു പോകാതെ അവർക്കുള്ള ഓഹരിയെ ദൈവം ആ നാട്ടിൽ പരിപാലിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ ലളിതമായ, വളരെ സിമ്പിളായ, പക്ഷെ എനിക്കറിയാം എന്തോ ഒരാളോടെങ്കിലും പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്, ബലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ആംഗിളിൽ നിന്ന് ചിന്തിക്കാതെ ആമേൻ സ്തോത്രം, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കി സ്വയം സഹതപിക്കാതെ ആമേൻ, നിങ്ങൾ നിരാശപ്പെടാതെ ആമേൻ സ്തോത്രം മറ്റൊരു ആംഗിളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആമേൻ നിരാശയുടെ സ്ഥാനത്ത്, ആ കുറ്റാരോപണത്തിന്റെ സ്ഥാനത്ത്, ആ വേദനയുടെ സ്ഥാനത്ത് ദൈവത്തെ എണ്ണി എണ്ണി സ്തുതിക്കാൻ എണ്ണമില്ലാത്ത കൃപകൾ ഈ തകർച്ചയുടെ മധ്യത്തിലും തന്ന കർത്താവിന്റെ വിശ്വസ്തതയോർത്ത്, ദൈവത്തെ സ്തുതിക്കാനുള്ള 7 കാരണങ്ങളോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരം ഒരുക്കട്ടെ. ഈ വചന ശുശ്രൂഷ അതിന് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാനൊരു ഉണർവ് പ്രസംഗമല്ല നടത്തിയത്, പക്ഷെ ശാന്തമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും ആയോ എന്നെനിക്കൊരു സംശയമുണ്ട്. സ്തോത്രം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.